ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് പഠിക്കുന്നത്. ഒത്തിരി പേര് കമൻസിൽ ചോദിച്ചിരുന്നു ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. നമുക്കിന്ന് നോക്കാം എന്താണ് ഈ ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളത്. എല്ലാ എക്സാമിനും ഉറപ്പായും കാണുന്നൊരു ടോപ്പിക്കാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷേ എല്ലാം ബേസിക്കലി ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് പല തരത്തിലുള്ള ഡേറ്റയാണ് നമ്മൾക്ക് കിട്ടുക. ടാബുലാർ ഡേറ്റ ആയിരിക്കാം, ചില സമയത്ത് ഗ്രാഫ് വരും, ലൈൻ ഗ്രാഫ് വരും, ബാർ ഗ്രാഫ് വരും. ഇത്തരത്തിൽ പല തരത്തിൽ ഡേറ്റയെ പ്രസൻറ്റ് ചെയ്തിട്ട് ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് പൊതുവെ ചോദിച്ച് കാണാറുള്ളത്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ പൊതുവെ തന്നിരിക്കുന്ന ഡേറ്റയുടെ ആവറേജ് അല്ലെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ പെർസെൻറ്റേജ്, ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ നമ്മൾക്ക് ഈ ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷന് ചോദിച്ച് കാണാറ്. നമുക്കൊരു തന്നിരിക്കുന്ന ഡേറ്റയുടെ ആവറേജ് കാണാൻ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡേറ്റയുടെ ഏതെങ്കിലും കുറച്ച് ഡേറ്റ എടുത്തിട്ട് അതിൻ്റെ റേഷ്യോ കാണാനാണ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റയുടെ പെർസെൻറ്റേജ് കാണാൻ അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ആ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാനും പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസിൽ കൂടി നമ്മൾ ആവറേജ്, റേഷ്യോ, പെർസെൻറ്റേജ് എന്നിവ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യം തന്നെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നൊരു ചോദ്യം, പിന്നെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളത്, പിന്നെ അതിലും ഇച്ചിരി കൂടി ഡിഫിക്കൽറ്റി ലെവൽ കൂടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമുക്കിവിടെ ഒരു ടേബിളിൽ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. മന്ത്ലി സെയിൽസ് ഡേറ്റ ഫോർ 4 പ്രോഡക്ട്സ്. 4 പ്രൊഡക്ട്സിൻ്റെ മന്ത്ലി സെയിൽസിൻ്റെ ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ഇൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തന്നിരിക്കുന്ന ഡേറ്റയുടെ മെഷർ ചെയ്യുന്നത് യൂണിറ്റ്സിലാണ്. അപ്പം തന്നിരിക്കുന്ന ഡേറ്റ മെഷർ ചെയ്യുന്നത് യൂണിറ്റ്സിലാണ്. നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് എ ഉണ്ട്, ബി ഉണ്ട്, സി ആൻഡ് ഡി ഉണ്ട്. അതിൽ ഓരോ മാസത്തിലെയും ഡേറ്റ് തന്നിട്ടുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഇങ്ങനെ 5 മാസത്തിൽ ഓരോ പ്രൊഡക്ട്സിലും ഉണ്ടായിരിക്കുന്ന പ്രൊഡക്ഷൻ്റെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തേത്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ സെയിൽസ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഫ്രം ജാനുവരി ടു ജൂൺ. ഡിറ്റർമൈൻ ദി ആവറേജ് മന്ത്ലി സെയിൽസ് ഫോർ പ്രോഡക്റ്റ് സി. Identify the month in which product D had the highest sales. Compare the sales of product A and product B in April. By how many units did the sales of product B exceed the sales of product A? And finally, find the total sales of all products in the month of March. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ടേബിളിലെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിനെ എല്ലാം ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, കാൽക്കുലേറ്റ് ദ ടോട്ടൽ സെയിൽസ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഫ്രം ജാനുവരി ടു ജൂൺ. ജാനുവരി മുതൽ ജൂൺ വരെയുള്ള എല്ലാ മാസങ്ങളിലെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും ടോട്ടൽ സെയിൽസ് എത്രയാണെന്നാണ് ചോദ്യം. അതായത് നമ്മൾ ഓരോ പ്രോഡക്ട്സിൻ്റെയും ടോട്ടൽ സെയിൽസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ മാസത്തിലെയും സെയിൽസ് എടുത്ത് അതിൻ്റെ ടോട്ടൽ സമ്മായിരിക്കും ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു തന്നിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡേറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും മന്ത്ലി ഡേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ടോട്ടൽ സമ്മാണ് കാണുന്നത്. അതാണ് ചോദ്യം. ഓരോ പ്രോഡക്റ്റിൻ്റെയും ടോട്ടൽ സെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പം പ്രോഡക്റ്റ് എയിൽ നോക്കുമ്പോൾ ജാനുവരിയിൽ 120, ഫെബ്രുവരിയിൽ 130, മാർച്ചിൽ 140, ഏപ്രിൽ 150, മെയ്യിൽ 160 ആൻഡ് ജൂണിൽ 170. അങ്ങനെ ടോട്ടൽ ഉള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും സം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 870 യൂണിറ്റ്സ് എന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോഡക്റ്റ് ബിയുടെയും സിയുടെയും ഡിയുടെയും ടോട്ടൽ സെയിൽസ് ഓരോ മാസത്തിലെയും
സെയിൽസ്, അതായത് പ്രോഡക്റ്റ്സ് എടുത്തിട്ട് അതിൻ്റെ സം കണ്ടിട്ടുള്ള ഫൈനലായിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചോദ്യം പ്രകാരം പ്രോഡക്റ്റ് എയുടെ ടോട്ടൽ സെയിൽസ് ഫ്രം ജാൻ ടു ജൂൺ ആണെങ്കിൽ 870, പ്രോഡക്റ്റ് ബി 1050 ആൻഡ് പ്രോഡക്റ്റ് സി എന്ന് പറയുന്നത് 750 യൂണിറ്റ്സ് ആണ്, ആൻഡ് പ്രോഡക്റ്റ് ഡി എന്ന് പറയുന്നത് 930 യൂണിറ്റ്സ്. അപ്പോൾ ഇതാണ് ഓരോ പ്രോഡക്ട്സിൻ്റെയും ജാനുവരി ടു ജൂൺ വരെയുള്ള ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി ആവറേജ് മന്ത്ലി സെയിൽസ് ഫോർ പ്രോഡക്റ്റ് സി. പ്രോഡക്റ്റ് സിയുടെ ആവറേജ് മന്ത്ലി സെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ആവറേജ്, റേഷ്യോ, പെർസെൻറ്റേജ് എന്നിവ കാണാൻ പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ ചോദ്യത്തിൽ നമുക്ക് ആവറേജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഒരേ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവറേജ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. അത് പ്രോഡക്റ്റ് സി ആണ്. ഫ്രം ജാനുവരി ടു ജൂൺ ഉള്ള ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ആവറേജ് മന്ത്ലി സെയിൽസ്. ഇനി ചില ചോദ്യങ്ങളിൽ നമുക്ക് ഈ ആവറേജിന് പകരം മീൻ വാല്യൂ കണ്ടെത്താനാണ് പറയാറ്. അപ്പം മീൻ വാല്യൂ ആണെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം രണ്ടും ഒരേ സെൻസ് തന്നെയാണ്. ഒരു കുറച്ച് ഡേറ്റ് തന്നിട്ട് അതിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാലും മീൻ വാല്യൂ കാണാൻ പറഞ്ഞാലും രണ്ടും സെയിം ആണ്. ഇനി ആവറേജ് കാണാനായിട്ടൊരു ഫോർമുല ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഡേറ്റയുടെയും സം എടുക്കണം ആദ്യം. തന്നിരിക്കുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ആ വാല്യൂസിൻ്റെ എല്ലാം ടോട്ടൽ സമ്മ് ആദ്യം കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എത്ര വാല്യൂസ് ഉണ്ട് ആ നമ്പർ ഓഫ് വാല്യൂസിനെ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സം എന്ന് പറയുന്നത് ജാനുവരിയിലെ 100 പ്ലസ് ഫെബ്രുവരിയിലെ 110 പ്ലസ് മാർച്ചിലെ 120 പ്ലസ് ഏപ്രിലിലെ 130 പ്ലസ് മെയ്യിലെ 140 ആൻഡ് പ്ലസ് ജൂണിലെ 150. ഇതാണ് നമ്മളുടെ സം ഓഫ് ഓൾ വാല്യൂസ്. ഏതൊക്കെ ഡേറ്റ ഉണ്ടോ, ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതിൻ്റെ എല്ലാം ടോട്ടൽ സമ്മാണ് നമ്മൾ ആദ്യം കാണേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടൽ സമ്മ് നമ്മൾ കണ്ടെത്തിയപ്പോൾ നമുക്ക് 750 യൂണിറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ സം, അതായത് തന്നിരിക്കുന്ന പ്രോഡക്റ്റ് സിയുടെ ടോട്ടൽ വാല്യൂസ് എന്ന് പറയുന്നത് 750 യൂണിറ്റ്സ് ആണ്. ഇനി നമ്പർ ഓഫ് വാല്യൂസ് ചോദിച്ചിട്ടുണ്ട്. എത്ര നമ്പർ ഓഫ് വാല്യൂസ് ആണുള്ളത്? എത്ര മാസത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്? 6 മാസത്തെ അല്ലേ? അപ്പം നമ്മളുടെ കയ്യിലുണ്ട് നമ്പർ ഓഫ് മന്ത്സ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അതായത് ടോട്ടൽ സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് 750 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് 125 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 125 യൂണിറ്റ്സ് എന്നാണ്. അപ്പം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മന്ത് ഇൻ വിച്ച് പ്രോഡക്റ്റ് ഡി ഹാഡ് ദ ഹയസ്റ്റ് സെയിൽസ്. വളരെ എളുപ്പമാണ്, നമുക്ക് നോക്കിയാൽ മതി. ഇതിൽ ഈ തന്നിരിക്കുന്ന മാസങ്ങളിൽ ഏത് മാസത്തിലാണ് ഏറ്റവും അധികം സെയിൽസ് നടന്നിട്ടുള്ളതെന്ന്, ഏറ്റവും വലിയ വാല്യൂ ഏതിനാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ജാനുവരി മന്തിലെ 180 ആണ് ഇവിടെ ഹയസ്റ്റ് വാല്യൂ കാണുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ജാനുവരി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, compare the sales of product A and product B in April. By how many units did the sales of product B exceed the sales of product A? അതായത് പ്രോഡക്റ്റ് എയുടെയും പ്രോഡക്റ്റ് ബിയുടെയും സെയിൽസ് ഏപ്രിൽ മാസത്തെ സെയിൽസ് നോക്കിയിട്ട് ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് എ എന്ന പ്രോഡക്റ്റിനേക്കാൾ എത്ര യൂണിറ്റ്സിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സെയിൽസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം എനെ സംബന്ധിച്ച് ബിക്ക് എത്രയധികം യൂണിറ്റ്സ് ആണ് ഏപ്രിൽ മാസത്തിൽ ഉള്ളത്? വളരെ സിമ്പിളാണ്. ഓരോ പ്രോഡക്റ്റിൻ്റെയും ഏപ്രിൽ മാസത്തെ വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. അതായത് നമുക്ക് കാണാൻ സാധിക്കും ഏപ്രിലിൽ പ്രോഡക്റ്റ് ബി എന്ന് പറയുന്നത് 180 ആണ്, എ എന്ന് പറയുന്നത് 150 ആണ്. ആൻഡ് നമുക്കറിയാം 180 എന്ന് പറയുന്നത് 150യേക്കാൾ വലിയ ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ 180 മൈനസ് 150 ചെയ്യുക. അപ്പോൾ 180 മൈനസ് 150 എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ 30 ആണ്. അപ്പം ഒരു പ്രോഡക്റ്റിനേക്കാൾ എത്രയധികം കൂടുതലാണ് മറ്റേ പ്രോഡക്റ്റ് എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ആ രണ്ട് പ്രോഡക്റ്റിൻ്റെയും വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അപ്പം ഇതിനെ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു യൂണിറ്റ്സ് കിട്ടും.
ആവശ്യമുള്ള വാല്യൂ നമ്മളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് ആണ്. ബിക്ക് എയേക്കാൾ 30 യൂണിറ്റ്സ് കൂടുതൽ സെയിൽസ് നടന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ സെയിൽസ് ഓഫ് ഓൾ പ്രോഡക്ട്സ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച്. അപ്പം മാർച്ച് മാസത്തിലെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ടോട്ടൽ സെയിൽസ് ആണ് ചോദിക്കുന്നത്. എളുപ്പമാണ്. മാർച്ചിലെ ഓരോ പ്രോഡക്റ്റിൻ്റെയും സെയിൽസ് നോക്കാം. പ്രോഡക്റ്റ് എ 140, ബി 170, സി 120, ഡി 160. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 4 യൂണിറ്റ്സും അല്ലെങ്കിൽ ഈ 4 വാല്യൂസിൻ്റെയും ടോട്ടൽ സമ്മ് കാണണം. എന്നാലാണ് നമുക്ക് ഈ 4 പ്രോഡക്ട്സിൻ്റെയും ടോട്ടൽ സെയിൽസ് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ മാർച്ച് മാസത്തിലെ ഈ 4 പ്രോഡക്ട്സിൻ്റെയും വാല്യൂസ് എടുത്തിട്ട്, ആ സെയിൽസ് വാല്യൂസ് എടുത്തിട്ട് അത് സം ചെയ്യാണ്. അങ്ങനെ നമുക്ക് 590 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അപ്പം എല്ലാ പ്രോഡക്ട്സിൻ്റെയും മാർച്ച് മാസത്തിലെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 590 യൂണിറ്റ്സ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും. ഇങ്ങനെയൊരു ടേബിളാണ് ഉള്ളത്. ഇതിലൊരു 6 വർഷത്തെ കണക്കാണ് പറയുന്നത്. റൈസ്, വീറ്റ്, കോൺ, ബാർലി, സോയാബീൻ, ഇത്രയും കാര്യങ്ങളുടെ ക്രോപ്സിൻ്റെ ആനുവൽ പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. 2018 മുതൽ 2023 വരെയുള്ള ഡേറ്റയാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പം ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Calculate the average annual production of wheat over the given period. What is the total production of corn in the years 2020 and 2023? By how many tons did the production of rice increase from 2018 to 2023? Determine the year with the highest total crop production. Find the percentage increase in the production of soybean from 2018 to 2023. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആവറേജ് കാണാനാണ്. വീറ്റിൻ്റെ ടോട്ടൽ പീരിയഡിലുള്ള ആനുവൽ പ്രൊഡക്ഷൻ്റെ ആവറേജ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് കാണാൻ സം ഓഫ് ദ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി വാല്യൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ സം ഓഫ് ദ വാല്യൂ എന്ന് പറയുന്നത് 2018 മുതൽ 2023 വരെയുള്ള വീറ്റിൻ്റെ ടോട്ടൽ സമ്മാണ്, പ്രൊഡക്ഷൻ്റെ സമ്മാണ്. അത് 7950. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ഇയേഴ്സ് 6 ആണ്. അപ്പോൾ ആവറേജ് ആനുവൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 7950 ഡിവൈഡഡ് ബൈ 6 ആണ്. അതായത് 1325 ടൺസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പം സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് കോൺ ഇൻ ദി ഇയേഴ്സ് 2020 ആൻഡ് 2023? അപ്പം 2020-ലും 2023-ലുമുള്ള കോൺ പ്രൊഡക്ഷൻ്റെ ടോട്ടലാണ് ചോദിക്കുന്നത്. വളരെ ഈസിയാണ്. രണ്ടും സം ചെയ്താൽ മതി, രണ്ടും ആഡ് ചെയ്താൽ മതി. അപ്പോൾ കോൺ പ്രൊഡക്ഷൻ ഇൻ 2020 900 ആണ്. കോൺ പ്രൊഡക്ഷൻ ഇൻ 2023 1050 ആണ്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 900 + 1050, അതായത് ടോട്ടലി 1950 ടൺസ്. അടുത്തത്, by how many tons did the production of rice increase from 2018 to 2023? നമ്മൾ നേരത്തെ കണ്ടൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 2018-നേക്കാൾ എത്ര അധികം കൂടുതലാണ് 2023-ൽ റൈസ് പ്രൊഡക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇൻക്രീസ് എന്ന് കണ്ടാൽ ഓർത്താൽ മതി. ഇത് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, തന്നിരിക്കുന്ന 2 വാല്യൂസിൻ്റെയും ഡിഫറൻസ് കാണണം. അപ്പോൾ റൈസ് പ്രൊഡക്ഷൻ ഇൻ 2018 1500 ആണ്. റൈസ് പ്രൊഡക്ഷൻ ഇൻ 2023 1750 ആണ്. അപ്പം ഇൻക്രീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള 250 ടൺസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി ഇയർ വിത്ത് ദ ഹയസ്റ്റ് ടോട്ടൽ ക്രോപ്പ് പ്രൊഡക്ഷൻ. അപ്പം തന്നിരിക്കുന്ന ഡേറ്റയിൽ, തന്നിരിക്കുന്ന ടേബിളിൽ ഏത് ഇയറിലാണ് ഏറ്റവും കൂടുതൽ ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കംപ്ലീറ്റ് ഡേറ്റയും അനലൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇത് കണ്ടെത്താനായിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് ഓരോ വർഷത്തെയും പ്രൊഡക്ഷൻ്റെ കണക്കെടുത്തിട്ട് അതിൻ്റെ സം ചെയ്യുക, അതായത് ആഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ഇയറിലും എത്ര എമൗണ്ട് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കാം. എന്നിട്ട് ആ കിട്ടിയിരിക്കുന്ന ഡേറ്റയിൽ ഏതാണ് ഹയസ്റ്റ് വാല്യൂ, അതായിരിക്കും ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ 2018-ൽ 4500 വന്നു, 19-ൽ 4900, 20-ൽ 4850, 21-ൽ 5250,
2022 5500 ആൻഡ് 2023 5750. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു ടോട്ടൽ സമ്മിൽ ഏതാണ് ഹയസ്റ്റ് വാല്യൂ എന്ന് നോക്കാം. അത് 2023 5750 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹയസ്റ്റ് ടോട്ടൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ്. അത് 2023 ആണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം ഇവിടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സോയാബീൻ ഫ്രം 2018 to 2023. അപ്പോൾ 2018 മുതൽ 2023 വരെയുള്ള സോയാബീൻ്റെ പ്രൊഡക്ഷൻ്റെ ഇൻക്രീസ്, അതായത് എത്ര പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, എത്രമാത്രം ഇൻക്രീസ് ചെയ്തു, അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം കാണുമ്പോൾ നമ്മളൊന്ന് ഇച്ചിരി പേടിക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ സിമ്പിളാണ്. അതായത് പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാനാണെങ്കിൽ നമ്മൾ അതിന് ഒരു ഫോർമുല ഉണ്ട്. അതായത് എത്രയാണോ ഇൻക്രീസ് അത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യണം 100 കൊണ്ട്. അങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടെത്തുക. അപ്പോൾ ആദ്യം നമ്മൾ ഇൻക്രീസ് ആണ് കണ്ടെത്തേണ്ടത്. അതായത് 2018 മുതൽ 2023 വരെയുള്ള വാല്യൂവിൻ്റെ ടോട്ടൽ ഡിഫറൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻക്രീസ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന്. അതായത് രണ്ട് വാല്യൂസ് തമ്മിൽ എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണുന്നതാണ് അതിൻ്റെ ഇൻക്രീസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻക്രീസ് കാണണം. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ വാല്യൂ ഉണ്ട്, അതായത് 2018 വാല്യൂ. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഫ്രം 2018 to 2023 ആണ്. അപ്പം ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 2018 400 എന്നുള്ളതാണ്, ടൺസ് ആണ്. അപ്പം 250 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 100, അതായത് 62.5%. നമ്മൾക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാനായിട്ട് ആദ്യം ഇൻക്രീസ് കണ്ടെത്തണം. ആ ഇൻക്രീസിനെ നമ്മളുടെ ഇനീഷ്യൽ വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ദെൻ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 100. ഇതാണ് പെർസെൻറ്റേജ് ഇൻക്രീസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവായി പോയ കാര്യങ്ങളും അതിൻ്റെ ഡേറ്റ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ 2013 ഇത്ര എമൗണ്ട് കയ്യിലുണ്ടായിരുന്നു, അതിൽ നിന്ന് എത്ര എക്സ്പെൻഡിച്ചർ നടന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷത്തെയും ഒരു എക്സ്പെൻഡിച്ചർ കണക്കാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ടേബിളിലുള്ളത്. ഇനി ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ റേഷ്യോ കാണാൻ പഠിക്കും. നമ്മൾ ഓൾറെഡി ആവറേജും പെർസെൻറ്റേജും ഡിസ്കസ് ചെയ്തു. ഇനിയും നമുക്ക് ബാക്കിയുള്ളത് റേഷ്യോ ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ എങ്ങനെയാണിത് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ടാക്സസ് for all the years and total expenditure on fuel and transport for all the years respectively is approximate എത്ര റേഷ്യോ ആണ്? അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് ടോട്ടൽ എത്ര പൈസ ടാക്സിന് അടച്ചു പോയി, ടാക്സ് അടച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് എത്ര പൈസ പോയി, അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവും ഫ്യൂവൽ ആൻഡ് ട്രാൻസ്പോർട്ടിന് നമ്മൾ ചിലവാക്കിയിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറും, ഈ രണ്ട് ഡേറ്റയാണ് നമ്മൾക്ക് വേണ്ടത്. ഈ രണ്ട് വാല്യൂസിൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ടാക്സസ് ഈസ് ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഫ്യൂവൽ ആൻഡ് ട്രാൻസ്പോർട്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഫോർ ഓൾ ദ ഇയേഴ്സ്, അതാണ് ചോദ്യം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആദ്യത്തെ വാല്യൂ ബൈ രണ്ടാമത് തന്നിരിക്കുന്ന വാല്യൂ, രണ്ടാമത് ചോദിച്ചിരിക്കുന്ന വാല്യൂ. അതായത് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ടാക്സസ് ആണ്, അത് ബൈ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫ്യൂവൽ ആൻഡ് ട്രാൻസ്പോർട്ട് ആണ്. ഇനി ബൈ കണ്ടിട്ട് നിങ്ങളിവിടെ ഡിവൈഡ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ബേസിക്കലി ഡിവിഷൻ ആണ്, പക്ഷേ നമുക്ക് ഫൈനലി ഒരു സിംഗിൾ വാല്യൂ അല്ല വേണ്ടത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും, ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസിൻ്റെയും ലീസ്റ്റ്, ഏറ്റവും ലീസ്റ്റ് ഡിവിസിബിൾ ആയിട്ടുള്ള രണ്ട് വാല്യൂസാണ് നമുക്കിവിടെ വേണ്ടിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 10ൻ്റെയും 8ൻ്റെയും റേഷ്യോ എത്രയാണെന്ന് ചോദിക്കുകയാണ്. 10:8 റേഷ്യോ, അതായത് 10:8 ഈക്വൽസ്
എന്താണ് ഏറ്റവും 10നെയും 8നെയും കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 5:2 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5നെയും 2നെയും ഒരേ രീതിയിൽ ഒരേ നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഏറ്റവും ലീസ്റ്റ് ഡിവിസിബിൾ ആയിട്ടുള്ള 2 വാല്യൂസിലേക്ക് നമ്മൾ എത്തണം. അതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുക. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാം. ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ടാക്സസ് നോക്കുക. അപ്പോൾ ടാക്സസിൻ്റെ മൊത്തം എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് നമുക്കൊരു 451 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കിട്ടും. അതുപോലെ ഫ്യൂവൽ ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെയും ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുത്ത് അത് സം ചെയ്തിട്ടുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട് 586 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന വാല്യൂ ആയിട്ടുള്ള 451 ബൈ 586 അത് 1:1.3 എന്ന് പറയുന്നൊരു വാല്യൂവിലാണ് നമ്മൾ എത്തുക. ആ ഒരു വാല്യൂവിനെ നമ്മളൊന്ന് റൗണ്ട് അപ്പ് ചെയ്ത് ഇൻറ്റു 10 ചെയ്തിട്ട് 10/13 എന്ന് പറയുന്ന ഒരു വാല്യൂവിലേക്ക് എത്തുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ കണ്ടെത്തുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കമ്പനി ഓൺ ദീസ് ഐറ്റംസ് ഡ്യൂറിങ് ദ ഇയർ 2015 ഈസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കമ്പനി 2015 ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ടാക്സിനും ഫ്യൂവലിനും എല്ലാത്തിനും വേണ്ടി സാലറിക്ക് എല്ലാം വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇത് 2015 വാല്യൂ ആണ് ചോദിക്കുന്നത്. അത് സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പെർട്ടിക്കുലർ ഇയർ എടുത്തിട്ട് അതിൽ കംപ്ലീറ്റ് വാല്യൂൻ്റെയും സം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നോക്ക്, നമ്മൾ ടോട്ടൽ 2015 ഡേറ്റ് എടുത്തു. അത് 544.44 ലാക്സ് കിട്ടി. 544.44 ലാക്സ് ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെർ ഇയർ വിച്ച് ദ കമ്പനി ഹാഡ് ടു പേ ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ടൈം പീരിയഡിൽ നമ്മളുടെ കമ്പനി എത്ര എമൗണ്ടാണ് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തത് ആൻഡ് അതിൻ്റെ ആവറേജ് ആണ് ചോദിക്കുന്നത്. അതായത് ആവറേജ് എമൗണ്ട് ഓഫ് ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആവറേജ് കാണാൻ നമ്മൾക്കറിയാം. അപ്പം തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അതേവിടെ ഇൻട്രസ്റ്റ് ടോട്ടൽ നമ്മൾ നോക്കി. ആ ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു കോളത്തിലുള്ള കംപ്ലീറ്റ് വാല്യൂ നമ്മൾ സം ചെയ്തു. അത് 183.3 എന്ന് കണ്ടു. അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ എത്ര ഇയേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്? 5 വർഷത്തെ കണക്കല്ലേ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഒരു വാല്യൂ കണ്ടെത്തുകയാണ്. റേഷ്യോയിൽ നമ്മൾ ഒരു ലീസ്റ്റ് ഡിവിസിബിൾ ആയിട്ടുള്ള 2 നമ്പേഴ്സ് കണ്ടെത്തി. പക്ഷേ ആവറേജിൽ നമുക്കൊരു ഫൈനലി ഒരു സിംഗിൾ വാല്യൂ ആണ് ഉണ്ടാവുക. ഇവിടുത്തെ ആൻസർ 36.6 ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പെർസെൻറ്റേജ് തന്നെയാണ് കാണുന്നത്. ഇച്ചിരി വ്യത്യാസമുണ്ട് ഈ ഒരു പാറ്റേണിൽ. അപ്പം ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഫോമുലയൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് നോക്കാം. നേരത്തെ നമ്മളൊരു ഇൻക്രീസ് എമൗണ്ട് കണ്ടെത്തിയിട്ട് ആ ഇൻക്രീസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ആണ് ചെയ്തത്. ഇവിടെ പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇച്ചിരി ട്രിക്കിയാണ്. നോക്കാം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ദി ഐറ്റംസ് ഇൻ 2013 ഓൾ ദി എക്സ്പെൻഡിച്ചർ ഇൻ 2017 എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ അധികം അല്ലെങ്കിൽ കുറവുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ആൻസർ നോക്കുമ്പോൾ എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ 2013 ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ 2017 ആയതുകൊണ്ട് തന്നെ 2013 ഡിവൈഡഡ് ബൈ 2017 എന്നുള്ള കാര്യം വരണം. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ 2013 ഡിവൈഡഡ് ബൈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ 2017 ഇൻറ്റു 100. ഇതാണ് അവിടുത്തെ ഫോർമുല. അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ ഡേറ്റ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്ന ഡേറ്റ അത് ഇൻറ്റു എത്രയാണ്? 100. പെർസെൻറ്റേജ് കാണുന്നതുകൊണ്ടാണ് ഇൻറ്റു 100 ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ 2013 എന്ന് പറയുന്നത് 495.4 ആണ്. അത് ഡിവൈഡഡ് ബൈ 2017 ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള 713.36 ഇൻറ്റു 100, അതായത് 69.44. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ടോട്ടൽ എമൗണ്ട് ഓഫ് ബോണസ് പെയ്ഡ് ബൈ ദ കമ്പനി ഡ്യൂറിങ് ദ ഗിവൺ പീരിയഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് the total amount of salary paid during this period. നമ്മളിപ്പോൾ ചെയ്ത അതേ പാറ്റേൺ ആണ്. അതായത് കമ്പനി ബോണസിന് പേ ചെയ്ത എമൗണ്ടിനേക്കാൾ എത്ര പെർസെൻറ്റേജ് വ്യത്യാസമാണ് സാലറിക്ക് വേണ്ടിയിട്ട് പേ ചെയ്ത എമൗണ്ട്. ഇതിൻ്റെ ഈ ഒരു പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാറ്റേണിലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക.
ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. കിട്ടും, എളുപ്പമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അതിലധികം മെമ്പേഴ്സൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ സോൾവ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.